ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അരിപ്പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള അച്ചപ്പം റെഡിയാക്കാം. ആദ്യം നമുക്ക് അച്ചപ്പത്തിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് ഇതിലോട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് 2 എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി മധുരത്തിനായി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ടിയോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാലാണ്. 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് പത്തിരിക്കും നൂലപ്പത്തിനെല്ലാം എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. 3 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് പച്ചരി കുതിർത്ത് വെക്കുകയോ അരച്ചെടുക്കുകയോ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയിൽ വലിയ ജാറിലിട്ട് അരച്ചെടുത്തതുകൊണ്ടാണ് ഒരു ബാച്ചായിട്ട് അരച്ചെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 2 ബാച്ചായി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ബാറ്റർ ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതിലോട്ട് ഒരു സ്പെഷ്യൽ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയും നല്ല ജീരകവും കൂടി കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അച്ചപ്പത്തിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതെന്തായാലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1/4 കപ്പോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിനായിട്ട് 4 വലിയ ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് എടുത്തിരുന്നത്. അച്ചപ്പത്തിനുള്ള ബാറ്റർ എപ്പോഴും കുറച്ച് ലൂസായിരിക്കണം. ഓവർ തിക്കായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 2 ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അച്ചപ്പത്തിനുള്ള ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തോണ്ട് അധികം ടൈം വെക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും അച്ചപ്പം ബാറ്റർ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ബാറ്ററിൻ്റെ തിക്നെസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ അല്പം വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. തിക്നെസ് കുറയുകയാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് അച്ചപ്പം ചുട്ടെടുക്കുന്നത്. അച്ചപ്പം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അച്ചപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോ അച്ചപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അതിന് മുൻപ് ഇതുപോലെ തിളച്ച എണ്ണയിൽ വെച്ച് അച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഓവറായി ചൂടായി പോയാലും നമുക്കിത് ബാറ്ററിൽ വെച്ചാൽ ബാറ്ററും കൂടെ ഇതിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് ഇതൊരുവിധം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് അച്ചപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് ബാറ്ററിൽ ഇതിൻ്റെ 1/2 പോർഷൻ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഫുള്ളായിട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഇതുപോലെ ഒന്ന് എടുക്കാം. ബാലൻസുള്ള അച്ചപ്പം കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അച്ചപ്പത്തിൻ്റെ ബാറ്റർ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അച്ച് ചൂടാക്കിയ സമയത്ത് അച്ചിൻ്റെ മുകളിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കും ബാറ്ററും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലോട്ട് 3 അച്ചപ്പമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം റെഡിയായി വരുന്ന അച്ചപ്പം ആദ്യം തന്നെ മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ പാനിൽ ഓരോ അച്ചപ്പമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാനിൽ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ 3 അച്ചപ്പവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നന്നായി തന്നെ നല്ല ക്രിസ്പിയായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാലൻസുള്ള അച്ചപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ സ്റ്റെപ്പും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 3 അച്ചപ്പം ഞാൻ ഓയിലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അച്ചപ്പം എല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള അച്ചപ്പമാണ്.
അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് മെയിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്